Hi all, today's topic is molecular orbital treatment. This we are going to construct molecular orbital by using atomic orbital by a new technique called linear combination of atomic orbitals. This linear combination of atomic orbital, that is called abbreviated as LCAO. It's a new method or a new approach for the construction of molecular orbital. This we are going to construct molecular orbital from atomic orbitals. So in the previous classes we had already discussed about molecular orbital theory and some postulates about molecular orbital theory. So അതിൽ ആറ്റോമിക് ഓർബിറ്റൽസ് എത്ര കമ്പൈൻ ചെയ്തോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്. ആറ്റോമിക് ഓർബിറ്റൽസ് നമ്പർ ഓഫ് ആറ്റോമിക് ഓർബിറ്റൽസ് joined or participated in this LCAO is equal to the number of molecular orbitals produced. For the example we are taking H2+. ഇവിടെ H2+ ആണ് എടുക്കുന്നത്. സപ്പോസ് H2+ എടുക്കുമ്പം H2 H1 H2 ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് H2 ആവുന്നത്. H2. സോ H2+ ആണ് ഇവിടെ മോളിക്കുലർ ഓർബിറ്റൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് H2+ ആണ് ചെയ്യുന്നത്. സോ H2+ മീൻസ് 1 ഇലക്ട്രോൺ ഇസ് മിസ്ഡ്. ഓക്കെ, 1 ഇലക്ട്രോൺ ഇസ് റിമൂവ്ഡ് ഫ്രം ദിസ് സിസ്റ്റം. ഒരു ഇലക്ട്രോൺ റിമൂവ് ആയിട്ടുണ്ട്. സോ ഇറ്റ്സ് എ 1 ഇലക്ട്രോൺ സിസ്റ്റം. ഇതൊരു 1 ഇലക്ട്രോൺ സിസ്റ്റമാണ്. അപ്പം ഈ കൺസെപ്റ്റിൽ പറയുമ്പം ഈ ഹൈഡ്രജൻ ആറ്റത്തിലെയും ഇലക്ട്രോൺസ് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓരോന്നിനും ഓരോ ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ ഇലക്ട്രോൺ ഉണ്ട്. ഇതിൽ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വൺ ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം, ഇലക്ട്രോൺ ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം ഇസ് റിമൂവ്ഡ്. ഓക്കെ, സോ ഹെൻസ് ഇറ്റ് ഈസ് എൻ 1 ഇലക്ട്രോൺ സിസ്റ്റം. 1 ഇലക്ട്രോൺ സിസ്റ്റമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ മോളിക്കുലർ ഓർബിറ്റൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ H2+ അയോൺ. ഇതിൻ്റെ കേസിൽ ഒരു ആറ്റോമിക് ഓർബിറ്റൽ ഉണ്ടാവും. ഇതൊരു ആറ്റാണ്, ഇതൊരു ഹൈഡ്രജൻ ആറ്റാണ്. ഇത് വേറൊരു ഹൈഡ്രജൻ ആറ്റാണ്. ഇതിൻ്റെ കേസിൽ വേറൊരു ആറ്റോമിക് ഓർബിറ്റൽ ഉണ്ടാവും. രണ്ട് ആറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്തിട്ട് എത്ര മോളിക്കുലർ ഓർബിറ്റൽസ് ക്രിയേറ്റ് ചെയ്യും? പോസ്റ്റ്ലേസിന് എന്താണ് മനസ്സിലായത്? അത് ആറ്റോമിക് ഓർബിറ്റൽസ് എത്ര പാർട്ടിസിപ്പേറ്റ് ചെയ്തു അതിനനുസരിച്ചിട്ടുള്ള മോളിക്കുലർ ഓർബിറ്റൽ ക്രിയേറ്റ് ചെയ്യും. സോ ഹിയർ 2 മോളിക്കുലർ ഓർബിറ്റൽസ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അത് മൈൻഡിൽ വെക്കുക. 2 സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ ഹിയർ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ ടോപ്പിക്. That is, consider an H2+ ion in which single electron moves in a molecular orbital under the influence of both the nuclei HA and HB. HAയും HBയും രണ്ട് ന്യൂക്ലിയസ് ഉണ്ടാവുമല്ലോ. ഇതിൻ്റെ ഇൻഫ്ലുവൻസിലായിരിക്കും ഈ ഇലക്ട്രോൺ മൂവ് ചെയ്യുക. സോ ഇറ്റ്സ് എ സിംഗിൾ ഇലക്ട്രോൺ. ആ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് ന്യൂക്ലിയസിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ബോത്ത് ദ ന്യൂക്ലിയസ്. രണ്ട് ന്യൂക്ലിയസിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ പ്രകാരം H2+ൻ്റെ കേസിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഈ സ്ട്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ Hψ ഈക്വൽ ടു E ψ. ഇത് വെച്ചിട്ട് സ്ട്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഓൾറെഡി നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞതാണ്. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. സോ സ്ട്രോഡിഞ്ചർ ഇക്വേഷൻ, അതേപോലെ ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ അപ്ലൈ ചെയ്തു, അപ്രോക്സിമേഷൻ കൊടുത്തു, സ്ട്രോഡിഞ്ചർ ഇക്വേഷൻ കട്ട് ഷോർട്ട് ചെയ്ത് എഴുതും. സോ വി ആർ നോട്ട് ഗെറ്റിംഗ് എക്സാക്ട്ലി കറക്റ്റ് solution for this Schrodinger wave equation, so even though this is single electron system. So ഇതൊരു സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റം ആണെങ്കിൽ കൂടെ ഇത് എന്തായിട്ടുണ്ട്? H2 ആയിട്ടുണ്ട്. ഇതൊരു മോളിക്യൂളാണ്. ഇതിൽ കറക്റ്റ് മോളിക്കുലർ ഓർബിറ്റൽ ട്രീറ്റ്മെൻറ്റ് ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ
മോളിക്കുലർ ഓർബിറ്റലിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. സോ വി ഹാവ് ടു, അല്ലെങ്കിൽ ആ ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പം കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് റിസൾട്ടിങ് വേവ് ഫംഗ്ഷൻ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. കോംപ്ലിക്കേറ്റഡ് വേവ് ഫംഗ്ഷൻ കിട്ടും, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പ്രൊസീജിയർ വരും, സ്റ്റെപ്പ് വരും, കുറേ ടേംസ് വരും. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ക്രിയേറ്റ് ഓർ കൺസ്ട്രക്ട് മോളിക്കുലർ ഓർബിറ്റൽ ബൈ യൂസിങ് Born Oppenheimer approximation technique. So we are introducing a best mathematical way to construct a new method to construct molecular orbital wave function is the approximation called LCAO, that is linear combination of atomic orbitals, that is abbreviated as LCAO. Okay, hence we can see here H2 plus into figure 3.10, H2 plus with 2 protons HA and HP and 1 electron. It's a 1 electron system. അപ്പോൾ 2 ന്യൂക്ലിയസിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് ഈ ഇലക്ട്രോണിന്. ഓക്കെ, LCAO ടെക്നിക്ക് നോക്കാൻ പോവാണ്. At some instant, the electron of H2 plus may find itself quite nearer to either HA or HB. അതാണ് അവിടെ രണ്ട് എക്സ്ട്രീം സ്റ്റേറ്റ് ആണ് അവിടെ വരച്ചിട്ടുള്ളത് ഇൻ ഫിഗർ 3.11. ചിലപ്പം ഈ HAൻ്റെ അടുത്തായിട്ടായിരിക്കും ഇലക്ട്രോൺ ഉണ്ടാവുക, പറയാൻ പറ്റില്ല. HAൻ്റെ അടുത്തുണ്ടാവാം, HBൻ്റെ അടുത്തുണ്ടാവാം. ഇപ്പോൾ 2 ന്യൂക്ലിയസ് ഉണ്ട്, ഹൈഡ്രജൻ ആറ്റം എൻ്റെതും ഹൈഡ്രജൻ ആറ്റം ബിൻ്റെതും. സോ ഒരു ഇലക്ട്രോൺ സിസ്റ്റമാണ്, 2ൻ്റെ ഇൻഫ്ലുവൻസും ഉണ്ട്. 2 ന്യൂക്ലിയസിൻ്റെയും ഇൻഫ്ലുവൻസ് ഉണ്ടാകുമ്പം 2 ന്യൂക്ലിയസിൻ്റെയും ഇൻഫ്ലുവൻസ് ഉണ്ട് ഇലക്ട്രോണിന്. സോ എന്താണ്, ഈ ഇലക്ട്രോൺ ചിലപ്പം ഇതിൻ്റെ അടുത്തുണ്ടാവാം, അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്തായിരിക്കും. അപ്പോൾ ആ 2 എക്സ്ട്രീം കേസസ് ആണ് ഇവിടെ വരച്ചിട്ടുള്ളത്. The 2 extreme states of H2 plus is shown here. Okay. ഇനി ആ ഇലക്ട്രോണിനെ ഡിഫൈൻ ചെയ്യാൻ, അതിൻ്റെ സ്റ്റേറ്റ് പറയാൻ വേണ്ടിയിട്ട് 2 വേവ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ദറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ പ്യോർ ആറ്റോമിക് ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ, ദറ്റ് ഈസ് ഫോർ psi A ഫോർ HAൻ്റെ ഇലക്ട്രോണിനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള വേവ് ഫംഗ്ഷനാണ് psi A. ഇനി HBൻ്റെ ഇലക്ട്രോണിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷനാണ് psi B. ഓക്കെ, അപ്പോൾ psi Aയും psi Bയും കൺസ്ട്രക്റ്റ് ചെയ്തു. സോ ഇനി psi MO എന്താണ്? psi MO, psi A, that is the electron at the hydrogen atom A, and psi B for electron, that is the wave function representing the state of the electron that is nearer to the hydrogen atom B. ഇപ്പോൾ 2 എക്സ്ട്രീം കേസസ് ആണ്. ഈ 2 എക്സ്ട്രീം കേസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വേവ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഇനി psi MO മീൻസ് വാട്ട്? ഇറ്റ്സ് എ മോളിക്കുലർ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ ആൻഡ് വിച്ച് ഈസ് എ linear combination of these two. Okay, which is this psi MO is a linear combination of this psi A and psi B. Okay. And then what is this C1 and C2? C1 and C2 are the coefficients. C1 and C2 are the coefficients. Here you can see the situation is therefore better described by a function psi MO, molecular orbital wave function, which is a linear combination of psi A and psi B. ഇനി ഒരു ടേം, 2 ടേം C1 ഉം C2 ഉം എന്താണ്? It is when the electron is practically near HA. രണ്ടും കോഎഫിഷ്യൻസ് ആണ്. കോഎഫിഷ്യൻറ്റ്, that is the C1, where C1 and C2 are the weightage coefficient of psi A and psi B. ഇപ്പം ഇലക്ട്രോൺ ഈ HAൻ്റെ അടുത്താണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ C1 HA ഇതാണ് psi A റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഇലക്ട്രോണിൻ്റെ വേവ് ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോൺ
nearest to the C1 is the coefficient of psi A. Okay, C1 ആണ് psi എൻ്റെ coefficient. അപ്പോൾ ഈ C1 എന്ന് പറയുന്നത് that is equal to 1. അത് 1 ആവും. എപ്പോഴാണ് അത് 1 ആവുക? ഈ ഇലക്ട്രോൺ ഹൈഡ്രജൻ ആറ്റം എ എന്ന് പറയുന്ന ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അടുത്താവുമ്പോൾ. ഓക്കെ, ഇപ്പോൾ ഇലക്ട്രോൺ ഹൈഡ്രജൻ ആറ്റം എ എന്ന് പറയുന്ന ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അടുത്താണെങ്കിൽ, നിയറസ്റ്റ് ആണെങ്കിൽ നമുക്ക് പറയാം C1 1 ആണെന്ന് പറയാം. അപ്പോൾ C1 1 ആവുമ്പം C2 എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, ഏതെങ്കിലും ഒരു ആറ്റത്തിൻ്റെ അടുത്തേ കാണുള്ളൂ. ഓക്കെ, പ്രോബബിലിറ്റി ആണ്, ഏതെങ്കിലും ഒന്നിൻ്റെ അടുത്തേ കാണുള്ളൂ. നമ്മളത് അസ്യൂം ചെയ്തിട്ട് മോളിക്കുലാർ ഓർബിറ്റൽ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ C1 1 ആവുമ്പം C2 0 ആയിരിക്കും. ഇനി സപ്പോസ് HBൻ്റെ അടുത്താണെങ്കിലോ, ഇഫ് ഇറ്റ് ഈസ് HBൻ്റെ അടുത്താണെങ്കിൽ എന്താ സംഭവിക്കുക? C2 എന്താകും? C2 ഈക്വൽ ടു 1 ആവും. അങ്ങനെയാണെങ്കിൽ C1 ഈക്വൽ ടു 0 ആയിരിക്കും. സോ C1 ആൻഡ് C2 ആർ ദ കോഎഫിഷ്യൻസ്. ഓക്കെ, C1ഉം C2ഉം കോഎഫിഷ്യൻസ് ആണ്. അപ്പം C1 സ്ക്വയർ ആൻഡ് C2 സ്ക്വയർ എന്ന് പറയുമ്പം C1 സ്ക്വയറും C2 സ്ക്വയറും എന്തായിരിക്കും? അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഗിവ്സ് ദ or from this squaring of these two coefficients we are getting an idea of contribution. Okay, it will be the contributions of psi A. This it will give the contribution of psi A and psi B to psi എന്ന് പറയുന്നത് psi MO. ഓക്കെ, അപ്പോൾ ഇത് C1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ psi എൻ്റെ കോൺട്രിബ്യൂഷൻ, C2 ആണ്. C2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ psi ബിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തിലേക്കുള്ള? ടോട്ടൽ MOയിലേക്കുള്ള MO psi MOയിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് ഇതിൻ്റെ സ്ക്വയർ, അതായത് കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ. ഓക്കെ, സോ ലെറ്റ് us start. The wave function psi MO is an acceptable solution of Schrodinger equation only if it is normalized. Acceptable solution ആവണമെങ്കിൽ only if it is normalized. സോ നോർമലൈസ്ഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതാണ്. psi സ്ക്വയർ MO d-tau ഈക്വൽ ടു 1. ഇനി psi സ്ക്വയർ MO എന്ന് പറയുന്നത് എന്താണ്? അല്ല, psi MO, what do you mean by psi MO? psi MO ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദ ഇൻറ്റഗ്രൽ ഓഫ് C1 psi A പ്ലസ് C2 psi B ഹോൾ സ്ക്വയർ d-tau ഈക്വൽ ടു 1 ഇതാണ്. ഓക്കെ, ഇനി എന്താണ്? A പ്ലസ് B ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു A സ്ക്വയർ പ്ലസ് 2AB പ്ലസ് B സ്ക്വയർ. A സ്ക്വയർ പ്ലസ് 2AB പ്ലസ് B സ്ക്വയർ, ഇതാണ് ഈ ടേം. ഓക്കെ, നൗ നെക്സ്റ്റ് C1 സ്ക്വയർ കോഎഫിഷ്യൻസ് ഒക്കെ പുറത്തെടുക്കുക, അതായത് കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുക. ഓക്കെ, മാത്സിൽ ചെയ്യുന്ന പോലെ തന്നെ കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുക ഇൻ്റഗ്രേഷനിൽ. ഇനി എന്താണ്? ഇനി കണ്ടീഷൻസ് നോക്കുക. ഇത് നോർമലൈസ്ഡ് ആണ് കണ്ടീഷൻ എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് സിൻസ് ദ ആറ്റോമിക് ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ psi A ആൻഡ് psi B ആർ നോർമലൈസ്ഡ്. ഈ ആറ്റോമിക് ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ ആണ് psi Aയും psi Bയും. അപ്പോൾ അത് രണ്ടും നോർമലൈസ്ഡ് ആകുമ്പം എങ്ങനെ കൊടുക്കാം? psi A d-tau 1 കൊടുക്കുക, അതായത് ഈ ടേം 1 ആയി പോവും, ഈ ടേം 1 ആയി പോവും, ഇല്ലേ? അത് 1 ആയി പോയി. നൗ ഇറ്റ് റിമെയിൻസ് C1 സ്ക്വയർ C2 സ്ക്വയർ. ദിസ് ഇസ് ദ ഇക്വേഷൻ. ഓക്കെ, നൗ നെക്സ്റ്റ് psi A psi B d-tau എന്ന് പറഞ്ഞാൽ വി ആർ ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ ഇൻറ്റഗ്രൽ ദാറ്റ് ഈസ് കോൾഡ് ഓവർലാപ്പ് ഇൻറ്റഗ്രൽ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓവർലാപ്പ് ഇൻറ്റഗ്രൽ. ഓവർലാപ്പ് ഇൻറ്റഗ്രൽ എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഇൻറ്റഗ്രൽ ഓഫ് psi A psi B d-tau. രണ്ട് വേവ് ഫംഗ്ഷൻ ചൂസ് ചെയ്തു, ആ വേവ് ഫംഗ്ഷൻ്റെ ഇൻറ്റഗ്രലാണ് ഓവർലാപ്പ് ഇൻറ്റഗ്രൽ. That is between psi A and psi B. Okay, that is represented by SAB. This overlap integral is denoted by the letter S.
denoted by the letter S. Okay. So next here SAB എന്ന് പറയുന്നത് എന്താണ്, സീറോ ആക്കി എടുക്കും. ദാറ്റ് ഈസ് ദ ഫോർ സീറോ ഓവർലാപ്പ് അപ്രോക്സിമേഷൻ. ഇവിടെ ടോട്ടലി എത്രയാണിത്, 1 ആണ്, ഈക്വൽ ടു 1 ആണ് അല്ലേ. ഇനി ഈ ടേം SAB എന്ന് പറയുന്നത് സീറോ ആക്കി കൊടുക്കും. ദാറ്റ് ഈസ് we put SAB equal to 0, that is for zero overlap approximation. Okay, അവിടെ ഓവർലാപ്പ് ഇൻ്റഗ്രൽ ഇല്ല, ഓവർലാപ്പ് ഇല്ല, SAB എന്ന് പറഞ്ഞത് സീറോ കൊടുത്തു. ഓക്കെ, ഓവർലാപ്പ് ഇല്ല, സോ SAB എന്ന് പറഞ്ഞത് സീറോ കൊടുത്തു, അത് നമ്മൾ കൊടുക്കുന്നതാണ്. സോ ദാറ്റ് ദ അബവ് നോർമലൈസ്ഡ് ഇൻ കണ്ടീഷൻ ബിക്കം, ബാക്കി എന്താ ഉണ്ടാവുക, അപ്പോൾ ഈ ടേം സീറോ ആയി പോകും. C1² + C2 = 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി C1² എന്ന് പറഞ്ഞാൽ എന്താണ്, C1² എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺട്രിബ്യൂഷനാണ് അല്ലേ, Psi A, അതായത് Psi Aൻ്റെ കോൺട്രിബ്യൂഷൻ, അതായത് ആ ഇലക്ട്രോണിൻ്റെ സ്റ്റേറ്റ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന വേവ് ഫംഗ്ഷനാണ് Psi A. Psi A എത്രത്തോളം Psi MOയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഈ C1² എന്ന് പറഞ്ഞ കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ, C1ൻ്റെ സ്ക്വയർ. പിന്നെ C2² എന്ന് പറഞ്ഞാൽ അതേപോലെ Psi Bൻ്റെ കേസിൽ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് Psi MO. നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇക്വേഷൻ കണ്ടില്ലേ, C1² + C2 = 1 ആണ്. സോ ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് C1² = C2² അല്ലേ. C1² C2² ഈക്വൽ ആണെന്ന് പറയാം. C1² = C2² എന്ന് പറയാം. ഇത് രണ്ടും ഈക്വൽ ടു 1 ആണല്ലോ, അപ്പോൾ C1² = C2² എന്ന് പറയാം. അങ്ങനെ ഈക്വൽ ടു 1 കിട്ടണമെങ്കിൽ എന്തായിരിക്കും കൊടുക്കാൻ പറ്റുക, അങ്ങനെയാണെങ്കിൽ C1 എന്തായിരിക്കും, C2 എന്തായിരിക്കും, നമ്പർ 1/√2 കൊടുത്തു നോക്കാം. 1/√2 + 1/√2 = 1, അതായത് 1/√2 C1² C2² 1/√2, √2 × √2 2 ആണ്, അപ്പോൾ 1/2 + 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ്. അപ്പോൾ C1 ഹാഫ് ആണ്, 1/√2 ആണെന്ന് പറയാം, C2 1/√2 ആണെന്ന് പറയാം. ഓക്കെ, now next we are going to write the two solutions, that is psi plus and psi minus. അപ്പോൾ C1 കിട്ടി, C2 കിട്ടി. ഓക്കെ, അപ്പോൾ C1ഉം C2 എന്താണ്, ±1/√2 ആണ്. ഇത് പ്ലസ് ആവാം എങ്കിൽ മൈനസ് ആവാം, രണ്ട് ഓപ്ഷൻസിൽ ഇവിടെ 1 വരാം, അതായത് പ്ലസ്സും വരാം മൈനസും വരാം ഇല്ലേ. മൈനസ് ആണെങ്കിലും 1 തന്നെയല്ലേ കിട്ടുക, -1/√2 -1/√2 പ്ലസ് -1/√2 സ്ക്വയർ ചെയ്യുക, എന്താണ് 1 തന്നെയല്ലേ കിട്ടുക. അപ്പോൾ രണ്ട് ടേം വരും, രണ്ട് നമ്പേഴ്സ് വരും. സോ രണ്ട് നമ്പേഴ്സ് വരുന്നതുകൊണ്ട് ±1/√2 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ രണ്ട് ലീനിയർ കോമ്പിനേഷൻസ് കിട്ടും അല്ലേ. അപ്പം ഈ C1ഉം C2 എന്നുള്ള ടേം എവിടെ കൊടുക്കും, ഈ ഇൻ്റഗ്രലിലോട്ട് ഇക്വേഷൻ നമ്പർ ജിയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം, ഇക്വേഷൻ നമ്പർ ജി, ഓക്കെ അല്ല ഇക്വേഷൻ നമ്പർ ജി അല്ല, C1² C2² = 1. ഈ ഇക്വേഷൻ H എന്ന് പറഞ്ഞ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Psi plus = 1/√2 Psi A. 1/√2 Psi A എന്ന് പറയുന്നത് എന്താണ്, C1 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. Psi A Psi plus 1/√2 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√2 Psi A plus 1/√2 Psi B. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും കോൺട്രിബ്യൂഷനായി അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ എഴുതിയതാണ് ഇവിടെ, ലീനിയർ കോമ്പിനേഷൻ. C1² + C2² എന്ന് പറഞ്ഞാൽ = 1 ആണ്. കോഎഫിഷ്യൻസ് കിട്ടി, അപ്പോൾ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതി. ഓക്കെ, അപ്പോൾ Psi മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, Psi മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ അതിന് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√2 Psi A + Psi B എന്ന് എഴുതാം, 1/√2 Psi A - Psi B എന്ന് അറിയാം. സോ this is the solution of molecular orbital treatment for H2+ ion. H2+ ionൻ്റെ കേസിലുള്ള സൊല്യൂഷൻ ആണിത്.
linear combination of two atomic orbitals psi a and psi b thus yield two molecular orbitals. രണ്ട് molecular orbitals സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു. ഇവിടെ രണ്ട് ആറ്റോമിക് ഓർബിറ്റൽ എച്ച് എൻ്റെയും എച്ച് ബിൻ്റെയും രണ്ട് ആറ്റോമിക് ഓർബിറ്റലാണ് കമ്പൈൻ ചെയ്യുന്നത്. അപ്പം എത്ര എണ്ണം ഉണ്ടാവണം? മോളിക്കുലർ ഓർബിറ്റൽ രണ്ടെണ്ണം ഉണ്ടാവണം. സോ വി ഹാഡ് ഹിയർ വി ഗോട്ട് ദ ടു മോളിക്കുലർ ഓർബിറ്റൽ, രണ്ട് മോളിക്കുലർ ഓർബിറ്റൽ കിട്ടി, സൈ പ്ലസും സൈ മൈനസും. ഓക്കെ, അപ്പോൾ സൈ പ്ലസിൻ്റെ എനർജി എന്തായിരിക്കും? ഇ പ്ലസ് ആയിരിക്കും. സൈ മൈനസിൻ്റെ എനർജി എന്തായിരിക്കും? ഇ മൈനസ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു രണ്ട് മോളിക്കുലർ ഓർബിറ്റലാണ് കിട്ടുക. ഒന്ന് എന്തായിരിക്കും? ബോണ്ടിങ് ആയിരിക്കും, മറ്റേത് ആൻറ്റി ബോണ്ടിങ് ആയിരിക്കും. ഓക്കെ, ഒന്ന് ബോണ്ടിങ്ങും ഒന്ന് ആൻറ്റി ബോണ്ടിങ്ങും. ഓക്കെ, ലെറ്റ്സ് സീ. പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രാം കാണുന്നുണ്ടാവും. H2+ കേസിൽ എനർജി അക്രോസ് ആർ വരക്കും. എനർജി അക്രോസ് ആർ, ഇത് ആറും റേഡിയസും ഇത് എനർജി. ഇതിന് അഗെയിൻസ്റ്റും പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രാം വരയ്ക്കുമ്പം ഇ മൈനസിൻ്റെ കേസിൽ കണ്ടോ എനർജി, അതേപോലെ ഇ പ്ലസിൻ്റെ കേസിൽ മാക്സിമം ടു ദ 132 പൈക്കോമീറ്റർ. സോ ദിസ് ഈസ് ദ തിയറിറ്റിക്കൽ വാല്യൂ. അപ്പം ഇതിലുള്ള എനർജി എന്ന് പറയുന്നത് 171ഉം 171ഉം അതേപോലെ 132 പൈക്കോമീറ്റർ ആണ് ഇതിൻ്റെ കേസിൽ ദ റേഡിയസ്. -171 കിലോ ജൂൾ പെർ മോളാണ് ഇതിൻ്റെ കേസിൽ എനർജി. അതേപോലെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 132 പൈക്കോമീറ്റർ ആണ്. ദിസ് ഇസ് ദ തിയറിറ്റിക്കൽ വാല്യൂ, തിയറിറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ആണ്. ഇനി എക്സ്പെരിമെൻ്റലി എന്താണ്? somewhat slight changes will be there. The experimental values are however 106 picometer and -269 kilojoule per mole. So ഇനി ഇതിലെന്താ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ തിയറിറ്റിക്കൽ വാല്യൂ കിട്ടി, അതേപോലെ എക്സ്പെരിമെൻ്റൽ വാല്യൂ. അപ്പോൾ തിയറിറ്റിക്കൽ വാല്യൂയും എക്സ്പെരിമെൻ്റൽ വാല്യൂ തമ്മിൽ മാച്ച് ഇല്ല, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അത് സോൾവ് ചെയ്യാൻ ട്രയൽ ഫങ്ഷൻസ് ഒക്കെ ആഡ് ചെയ്ത് അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. അതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ജസ്റ്റ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, രണ്ട് ഓർബിറ്റൽസ്, മോളിക്കുലർ ഓർബിറ്റൽസ് രണ്ടെണ്ണം കണ്ടുപിടിച്ചു. ഒന്ന് സൈ പ്ലസും ഒന്ന് സൈ മൈനസും ആണ്. അതെന്താണ്? ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലാണ്. ദാറ്റ് എനർജി ആൻഡ് ഇറ്റ്സ് എനർജി കറസ്പോണ്ടിങ്സ് ടു വാല്യൂ ലോവർ ദാൻ ദോസ് ഓഫ് സൈ എ ഓർ സൈ ബി. ഓക്കെ, അപ്പോൾ ബോണ്ടിങ്ങും ഒന്ന് ആൻറ്റി ബോണ്ടിങ്. അപ്പോൾ ബോണ്ടിങ്ങിൻ്റെ എനർജി എപ്പോഴും കുറവായിരിക്കും അല്ലേ? ബോണ്ടിങ് താഴെ ഉണ്ടാവുക, ആൻറ്റി ബോണ്ടിങ് എവിടെയാണ്? മേലെയാണ് ഉണ്ടാവുക. ബോണ്ടിങ്ങിൻ്റെ എനർജി എപ്പോഴും കുറവായിരിക്കും. ഓക്കെ, കുറവാണ്. ആൻറ്റി ബോണ്ടിങ്ങിൻ്റെ എനർജി കൂടുതലായിരിക്കും, ഹയർ ദാൻ ദോസ് ഓഫ് സൈ എ ഓർ സൈ ബി. അപ്പോൾ സൈ എൻ്റെയും സൈ ബിനെയും കാട്ടി കൂടുതലായിരിക്കും ആൻറ്റി ബോണ്ടിങ്ങിൻ്റെ എനർജി, ബോണ്ടിങ്ങിൻ്റെ എനർജിയോ കുറവായിരിക്കും. ഓക്കെ, സോ this is all about the treatment of molecular orbital treatment of H2+ ion. Okay, ഇത്രയാണ് construction of molecular orbital by linear combination of atomic orbitals. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്? LCAO. ഇതാണ് LCAO, linear combination of atomic orbitals is the technique method used here. Okay, fine. Let's wind up this section. Thank you.